നമ്മൾ ഒരു എൻഡ് സ്റ്റേജ് ലങ് ഡിസീസിന് ലങ് ഫങ്ഷൻ കുറയുകയാണെങ്കിലും പലപ്പോഴും ഈ ഒരു കാരണം കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമായി വരികയോ ഈ മരുന്ന് കഴിച്ചിട്ട് പോലും നമ്മുടെ ശ്വാസമുട്ട് കുറയാതെ വരികയാണെങ്കിൽ ഈ ഒരു ലങ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ് ഇത്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യം വരുമ്പോൾ നമ്മുടെ ബാക്കി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന റീഹാബിലിറ്റേഷൻ. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഡയറ്റ് അഥവാ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഇങ്ങനത്തെ രോഗികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സക്സസ്സും നിർണ്ണയിക്കുക. താങ്ക് യു. Like, comment and subscribe for more health updates.